ഏവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തും ശുഭചിന്തകളോടും കൂടി നമുക്കിന്ന് പുതിയ ചില കാര്യങ്ങൾ അറിയാം, പഠിക്കാം, മനസ്സിലാക്കാം. ചില ആൾക്കാർക്ക് പറയാനുള്ള സന്തോഷ വാക്കുകൾ കേൾക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ എല്ലാവരും അതിനൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ പഠിക്കുന്നുണ്ട്, ഗുഡ് റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് പുറത്തുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഈ ക്ലാസ്സുകൾ, അതിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നത്, എന്താണ് അതിൽ പഠിപ്പിക്കുന്നത് എന്നുള്ള പലപ്പോഴും ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ കയറിയതിനു ശേഷമാണ് ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ആൾക്കാർ മനസ്സിലാകുന്നത്. ഞാൻ അങ്ങനെയാണ് ഇതുവരെ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം ഒരാളെ നിങ്ങൾക്ക് ഏതാ ക്ലാസ് വേണ്ടതെന്ന് സജസ്റ്റ് ചെയ്യും, ആ ക്ലാസ്സിൽ അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ യൂട്യൂബിൽ നമ്മുടെ ഇനി വരാനിരിക്കുന്നതായിട്ട് ആൾക്കാരുണ്ട്. ഇവിടെ വന്നവർക്ക് അനുഭവങ്ങളുണ്ട്. ഒരു ക്ലാസ്സിൽ പങ്കെടുത്താൽ മറ്റേ കോഴ്സ് എന്താണെന്ന് നമ്മൾ ഇതിന് ഇടയ്ക്ക് കുറച്ച് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ കരുതി നമുക്ക് ഓരോ ക്ലാസ്സിനെയും വിശദമായി തന്നെ പഠിപ്പിക്കുകയും പറയുകയും അതിൽ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാത്തതായ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കാം ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിനെ കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് കൊണ്ടുപോകണം എന്നുള്ളൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് ക്ലാസ്സിനെ പറ്റി തന്നെ ഒരു ക്ലാസ് എടുക്കാമെന്ന് കരുതിയത്. അപ്പൊ എല്ലാവർക്കും ഒന്ന് എത്തിച്ചേർന്ന എത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും സുസ്വാഗതം. നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി കേട്ട് നമുക്ക് അടുത്ത ഡീറ്റെയിൽസ് ആയിട്ട് ഇതിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങളിലേക്ക് പോകാം. ഇന്ന് എനിക്കിന്ന് ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടി എന്റെ മനസ്സിൽ നിന്ന് തോന്നി. നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഇവിടെ നമ്മൾ ലൈവ് വന്ന് പറഞ്ഞ കാര്യമാണ്, സാറേ ഇന്നൊരു കാര്യം എനിക്ക് നേടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും നമ്മളതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കിന്ന് അതൊരു ഗവൺമെന്റ് തലത്തിൽ ഒരു ഓർഡർ, രണ്ടാമത്തെ ആളാന്ന് തോന്നുന്നു, ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഓർഡർ ഇന്ന് അവര് കൈപ്പറ്റുകയുണ്ടായി. അതേപോലെ നമ്മൾ ഇതിനു മുമ്പ് സിബിസാറും ഇതേപോലെ ഒരു കാര്യം പറയുകയുണ്ടായി. ഗവൺമെന്റ്, ഒരു സെക്കൻഡ് നോക്ക്, ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി എന്നുള്ള സന്തോഷ വർത്തമാനം നിങ്ങളോട് അവർ തന്നെ നേരിട്ട് പറയിക്കുന്നവിടെ ഉണ്ടെങ്കിൽ മറ്റൊരു കാര്യം ആമുഖത്തിൽ പറയാനുള്ളത്, എനിക്കതിനെപ്പറ്റി കുറച്ചും കൂടി ഗഹനമായി ആലോചിക്കുക നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. ഇന്നലെ അവരോട് ഞാൻ നേരിട്ട് പിന്നെ സംസാരിക്കുന്നതായിരിക്കും. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ വന്ന് ഒരു ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ ആവാൻ വേണ്ടി തയ്യാറാവുന്ന ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന പരീക്ഷയും അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനമൊക്കെ പറഞ്ഞു. അപ്പോ സാമ്പത്തികമായിട്ടും കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ അതിന് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും അതിന് ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദമായി ആലോചിക്കണം. അവരെയൊക്കെ എങ്ങനെ സഹായിക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് സഹായിക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, കാരണം അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അതും കൂടി ഒന്ന് അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ മുമ്പേ ഉണ്ട്. അത് ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇനിയിപ്പോ നമ്മൾക്കായിട്ട് ഒരു കൂട്ടായിട്ട് തന്നെ പല സഹായങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അത് കാര്യങ്ങളായിട്ട് വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. ഒന്ന് മാത്രം വ്യത്യാസം ഇന്ന് ഇവിടെ അസന്നിഗ്ധമായി പറയാം, നമ്മൾ അത്രയും അശരണായ ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു ചാരിറ്റി എന്ന രീതിയിലുള്ള സമീപനം ഇവിടെ പരസ്യമായി തന്നെ തുടങ്ങുകയാണ്. അതിൽ അർഹത എങ്ങനെയെന്നൊക്കെ നമ്മൾ മാനദണ്ഡം വെച്ച് തീരുമാനിക്കും. അത് 1-2 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാവുകയും ആ ഗ്രൂപ്പിന്റെ തീരുമാനപ്രകാരം പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ എപ്പോഴും സഹായിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വ്യക്തിപരമായി ചെയ്യുന്നത് മാറി ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുത്താൻ, നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളിൽ തന്നെ കൊടുക്കുന്ന രീതിയിൽ സുതാര്യമായ പ്രവർത്തനത്തിന് വളരെ ആലോചിച്ചതിന് ശേഷം ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതായിരിക്കുമെന്ന് ഒന്ന് അറിയിക്കുകയാണ്.
കാരണം ഇന്ന് ഒന്ന് രണ്ട് ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എമൗണ്ട് എനിക്ക് അയച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായിട്ടല്ല, ഇതുവരെ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ഇനി അങ്ങനെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുക. കാരണം നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ ഈ സംഭവം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആർക്കൊക്കെയാണ് സഹായം വേണ്ടതെന്നൊക്കെ നമുക്ക് തീരുമാനിച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ അത് തന്നെ നിങ്ങൾ ഒരു വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടൊക്കെ അയച്ചു തരുമ്പോൾ അത്രയും നല്ലതാണ് എന്ന് പറയുന്നത്. ഞാൻ ഒരാളോട് നിർബന്ധിക്കുകയല്ല. നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്താണോ അത് മറ്റുള്ളവർക്ക് ഗുണമായി മാറുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നതാണ് പറയാനുള്ളത്. ഓരോ ആളും നമ്മൾ നേരിട്ട് വന്ന് സംസാരിക്കുന്നവരോട് പറയേണ്ട അവർക്ക് അനുഭവങ്ങൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പല മാറ്റങ്ങളും പല കുടുംബങ്ങളിനകത്ത് വന്നതായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ എന്റെ കുടുംബത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളിലും ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയാണ് എപ്പോഴും ഉള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ തരാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ ഈ പ്രധാനപ്പെട്ട സംഭവം അവിടെ വിട്ടുപോകുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായി ക്ലാസ്സിലേക്ക് കടക്കട്ടെ. അപ്പോൾ എല്ലാവരും റെഡി ആണോ ഇന്നത്തെ കേൾക്കാനായിട്ട്? ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ എന്താണ് നിങ്ങൾ പഠിക്കുന്നത് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ പുതിയൊരു ടെക്നിക്കൊന്നും പഠിപ്പിക്കാനല്ല ഇന്നത്തെ ക്ലാസ്സിൽ. അതുകൊണ്ട് ക്ഷമാപൂർവ്വം നിങ്ങളെല്ലാവരും കേൾക്കണം. റെഡി ആണെങ്കിൽ ആദ്യത്തെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളൂ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളൂ. പെട്ടെന്നാവട്ടെ. ടക് 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 ടക്. എല്ലാവരും 10-200 ആൾക്കാരുണ്ട്. എല്ലാവരും പെട്ടെന്നായിക്കോട്ടെ. യെസ് യെസ്, കമോൺ 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 കമോൺ. യെസ് 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 യെസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ അല്ലെങ്കിൽ എന്റെ ദിനേശ് സാറിന്റെ ക്ലാസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രഥമമായ കാര്യം എന്ന് പറയുന്നത് മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്. മനസ്സിന്റെ മാറ്റത്തിലൂടെ മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റുന്നവരോട് ഞാൻ ലളിതമായി പറയുകയാണ്. കുറെ ആൾക്കാർ പറഞ്ഞു DNA ചേഞ്ചസ്, അങ്ങനെ ചേഞ്ചസ് എന്നൊക്കെ ഇപ്പൊ കുറെ കേൾക്കാം. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ, നിങ്ങളൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. ആൾക്കാർ പറയേണ്ടത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ആരോ വന്നിട്ട് നിങ്ങളെയൊക്കെ നമ്പറുകൾ ഹാക്ക് ചെയ്തിട്ട് നിങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് DNA ചേഞ്ചസ് ചെയ്യും, മറ്റേ ചേഞ്ചസ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും കമന്റ് ചെയ്യാൻ, ശരിക്കും പറഞ്ഞാൽ കമന്റ് ചെയ്യരുത് എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒറ്റ കാര്യം പറയാം, DNA ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ശുദ്ധ, ഓക്കെ, ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ടേം ഒക്കെ ഉപയോഗിച്ചോളൂ. പക്ഷെ DNA ഒന്നും അത്ര എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നിൽക്കണം. അപ്പോ കൃത്യമായി അറിയുന്നവർ, ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള അനുഭവത്തിലൂടെ, വെളിച്ചത്തിലൂടെ, ഞാൻ വളരെ ലളിതമായി പറയാം, ചെറിയ ചെറിയ ടെക്നിക്കുകളിലൂടെ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന രീതിയിലുള്ള ഞാൻ വളരെ സാധാരണക്കാരന്റെ മനുഷ്യരാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ, ഞാൻ വായിച്ചറിഞ്ഞ, ഞാൻ പ്രാക്ടീസ് ചെയ്തെടുത്ത കുറച്ച് മെത്തേഡ്സുകളെ ഞാൻ കുറച്ച് ദിവസം ഇരുന്ന് പാകപ്പെടുത്തി ഉണ്ടാക്കിയ സാധനമാണ് ഇത്, മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്, പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പേര് തന്നെയാണ് ജേർണി ടു ഹാപ്പിനെസ്, അപ്പം തന്നെ ഇട്ടതാണ്. അതിനുശേഷമാണ് ഇതിനൊരു കോഴ്സ് എന്ന രീതിയിൽ രൂപാന്തരപ്പെടുത്തിയത്. അപ്പോൾ ആ കോഴ്സിൽ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്, വളരെ ലളിതമായി. പക്ഷെ അത് എത്രത്തോളം ലളിതമാണ് എന്ന് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അറിയുള്ളൂ. അവരോട് തന്നെ പറയണം. എന്നിപ്പോ അവർ പറയുമായിരിക്കും ഇത് കഴിഞ്ഞിട്ട്, ഒരു വാക്കിനൊക്കെ എത്രത്തോളം അർത്ഥമുണ്ട്, അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ മാറ്റപ്പെടുത്തുമെന്നൊക്കെ ആ ക്ലാസ്സിനകത്ത് കയറിയവർക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ സംഭവിക്കാം, ജേർണി ടു ഹാപ്പിനെസ് ശരിക്കും പഠിച്ചവർ പിന്നെ വളരെ സൈലന്റ് ആയിരിക്കും. അവർ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്കറിയാം, പറയേണ്ടതിനപ്പുറത്തേക്ക് അവർക്കുണ്ടായ മാറ്റമാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? 35-40 വീഡിയോസും 3-4 അസൈൻമെന്റ്സുകളും അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ജേർണി ടു ഹാപ്പിനെസ്. അതിൽ എന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് എത്രത്തോളം ഗുണകരമാകും എന്ന് മനസ്സിലാക്കാം. വളരെ ലളിതമായ, വളരെ സിംപ്ലിഫൈസ് ആയ
ഒരു മെത്തേഡിലാണ് അതിന് മുഴുവൻ ക്ലാസ്സുകൾ നടക്കുന്നത്. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഉള്ള വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ആപ്പിൽ കണ്ട് മനസ്സിലാക്കി അതിന് താഴെ നിങ്ങൾക്ക് അത് കുറിപ്പ് എഴുതിയെടുത്ത് അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതിയെടുത്ത് മനസ്സിലാക്കി പോകുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ എന്ന് ഞാനല്ല കേട്ടവർ പറയുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ അതിന് ആ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ശരിക്കും പറയുന്നത് 21 ഡേയ്സ് പ്രോഗ്രാമാണ്. പക്ഷെ 21 ഡേയ്സിൽ കൂടുതൽ എടുക്കും കഴിഞ്ഞു വരുമ്പോൾ. പിന്നെ ഞാൻ ചെയ്യുന്നവർക്ക് ഒരിക്കലും ലിമിറ്റ് വെക്കാറില്ല. ഇപ്പോഴും പണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ക്ലാസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്നലെ നമ്മൾ എല്ലാവരും കൂടി വീണ്ടും ഒരു തീരുമാനം എടുത്തു. ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരല്ല, ഇന്നലത്തെ ക്ലാസ്, ഇന്നലെ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു, അവർക്കുള്ള ഒരു തീരുമാനം എടുത്തു. വീണ്ടും എല്ലാവരും ഒന്നേന്ന് വെച്ച് തുടങ്ങാൻ പോവാണ്. 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അവരെല്ലാം തീരുമാനിച്ചു ഇന്നലെ വീണ്ടും ഒന്നേന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ അറിവുകൾ രൂപാന്തരപ്പെടുത്താൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവരും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും അത് ഗ്രൂപ്പിലൊക്കെ ഡിസ്കഷൻസ്, ഭയങ്കര ഡിസ്കഷൻസ് കാര്യങ്ങളായിരുന്നു ഗ്രൂപ്പ്. എല്ലാവർക്കും താങ്ക് യു. ഇപ്പൊ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ എല്ലാവരുടെയും വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. നല്ല ലെങ്ത്തുമുള്ള ആൾക്കാർ അത് വീഡിയോ ആയിട്ട് മറ്റൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ്. മറ്റുള്ളവർക്ക് എഴുതി വെക്കാം, എല്ലാവർക്കും എഴുതി വെച്ച് മനസ്സിലാക്കാം. ആ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കുക. മനസ്സിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കി നമ്മൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സന്തോഷത്തെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ദൈനംദിനമായ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മാനസികമായ വ്യായാമങ്ങളെയും ശീലങ്ങളെയും രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. വളരെ ലളിതമായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അതിന് ലളിതമായ പ്രക്രിയകളാണെങ്കിലും ചെയ്യേണ്ടത് അത്ര ലളിതമല്ല എന്ന് മനസ്സിലാക്കണം. കുറച്ച് നമ്മൾ അതിന് മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാവണം. അപ്പൊ എന്താണ്, മനസ്സിന്റെ പ്രവർത്തനത്തെ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കുകയും അതിലൂടെ നമ്മൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സന്തോഷത്തെ കൂടെ നിർത്തുകയും ജീവിതത്തിന് ദൈനംദിന ജീവിതത്തിൽ ആഴത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ ആവശ്യമായ മാനസിക ശാരീരിക വ്യായാമങ്ങളും ശീലങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രക്രിയ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്, ഒന്നാമതായി പറയുന്നത് മനസ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ മനസ്സ് എന്ന് പറയുന്നത്? മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ആധാരമായി മാറിയ, ആധാരം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എന്നറിയപ്പെടുന്ന മനസ്സിന്റെ വ്യത്യസ്ത തലങ്ങളെ അതിനെ മനസ്സിലാക്കുക, അതിന് ജീവിതത്തിൽ എങ്ങനെയൊക്കെ പാകപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അതിനെ നമ്മൾ ബോധ മനസ്സ് എന്താണെന്നും കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും അൺകോൺഷ്യസ് മൈൻഡ് എന്താണെന്നും മനസ്സിലാക്കുന്നു. അപ്പോഴാണ് ഇത് എവിടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നതും പറയുന്നതും എന്റെ ചിന്തകളും എന്റെ പ്രവൃത്തിയൊക്കെ എവിടെയാണ് പാകപ്പെടുന്നത് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഒന്നാമതായി നമ്മൾ ആ വിഷയത്തിൽ നടക്കുന്നത്. ആദ്യം ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കാണ് ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ജീവിതം. ഇവിടെ വന്ന് ആത്മവിശ്വാസം ബിൽഡ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തുടങ്ങിയാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് മനസ്സിന്റെ ക്രമീകരണങ്ങൾക്ക് പറ്റിയിട്ടുള്ള റീപ്രോഗ്രാമിംഗ് യുവർ മൈൻഡ് എന്ന് പറയുന്ന ടൂൾസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് പഠിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ എനർജി എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നത്, ഏതൊക്കെ വികാരത്തിന് ഏതൊക്കെ എനർജിയാണ് ഉള്ളത്, ആ എനർജി എങ്ങനെയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഹയർ എനർജി പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ വളരെ കൃത്യമായി നമ്മൾ, ഭയമുള്ള ഒരാളുടെ എനർജി എന്താണ്, ദുർബലനായ ഒരാളുടെ എനർജി എന്താണ്, അൺകണ്ടീഷൻ ലവ് ആയുള്ള ഒരാളുടെ എനർജി എന്തായിരിക്കും, അല്ലെ എപ്പോഴും ശാന്ത സ്വരൂപനായാലും ജോയ്ഫുൾ ആയ പീസ്ഫുൾ ആയ ഒരാളുടെ എനർജി എന്തായിരിക്കും എന്നൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിലൂടെ പഠിപ്പിക്കും. പിന്നെ മൂന്നാമതായി നമ്മൾ അറിയുന്നതാണ് മനസ്സിന്റെ മാലിന്യങ്ങൾ എന്താണ്. 10 മാലിന്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അറിയാം. കാരണം ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഈ 10 മാലിന്യങ്ങൾ ആകുന്ന നെഗറ്റീവ് ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദുരനുഭവങ്ങളെ കൊണ്ടുവരുന്നത്, ക്ഷമയും കൃതജ്ഞതയും എന്തുകൊണ്ട് നമ്മൾ പരിശീലിക്കണം, പഴയതായ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ എങ്ങനെ നമ്മൾ മാറ്റണം, എന്തുകൊണ്ട് മാറ്റണം എന്ന് ഈ 10 മാലിന്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം മനസ്സിലാക്കുക. എന്താണ് ഈ 10 മാലിന്യങ്ങൾ എന്ന് മനസ്സിലാക്കി അതിനെ പൂർണ്ണമായും റിമൂവ് ചെയ്യാനുള്ള മനസ്സിലാക്കൽ നമ്മൾ അവിടെ നടത്തുന്നു എന്നാണ്. നാലാമതായി നമ്മൾ ചെയ്യുന്നത് സന്തോഷത്തിന്റെ താക്കോലുകളെ പറ്റിയിട്ടാണ്.
എന്താണ് കീ ടു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഗോൾഡൻ കീ ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനത്തിലെ 5 താക്കോലുകളെ പറ്റി പറയുന്നു. ആ 5 താക്കോലുകൾ എന്തുകൊണ്ട് നമ്മൾ പരിശീലിക്കണം, ആ താക്കോൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റപ്പെടുത്തുന്നത്, ഈ 5 താക്കോലുകളെ വിശദമായി പ്രാക്ടീസ് ചെയ്തെടുക്കും. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിന് പ്രാക്ടീസ് തന്നെ വേണം. ആ പ്രാക്ടീസ് 5 മാലിന്യങ്ങളെ 10 മാലിന്യങ്ങളെയും 5 ഗോൾഡൻ ടൂൾസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ തുറന്നെടുക്കുക എന്നത് ഇത്രയും കൃത്യമായി അത് വരുമ്പോൾ തന്നെ നമുക്കൊരു 10-12 ദിവസത്തെ ക്ലാസ് ആണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും സംഭവം അത് കഴിഞ്ഞ് നമ്മൾ ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലും ഗോൾ സെറ്റിങ്സ് നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട്? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാതെ, സെൽഫ് ഐഡന്റിറ്റി ഇല്ലാതെ, പോസിറ്റീവ്നെസ്സിൽ ബിലീവ് ചെയ്യാതെ, പിയറിനകത്ത് നിന്ന് പുറത്തു കടക്കാതെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും, ആ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമാണ് ജീവിത വിജയം നമുക്ക് സാധ്യമാകുന്നത്, അതാണ് ജീവിത വിജയം എന്നും മനസ്സിലാക്കുന്നിടത്താണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ചെയ്യാനുള്ള കുറേ സ്റ്റെപ്പായ പോർഷൻസ് നമ്മൾക്ക്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയി അടുത്ത് വരുന്നതാണ് പഞ്ചനിയമങ്ങൾ എന്ന് പറയുന്ന 5 pillars ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഐ എം ഗിവിംഗ് എ സ്പേസ് ടു യു. 5 നിയമങ്ങൾ, നമ്മൾ ജീവിതത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ടൈപ്പ് ചെയ്ത് കാണട്ടെ. എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതറിയാം. അറിയാത്തവരിവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ 5 കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. കമോൺ 5 കാര്യങ്ങൾ, ജീവിതത്തിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 5 pillars ഓഫ് ലൈഫ്. പെട്ടെന്ന് പറയൂ. സ്മാർട്ട് ഗേൾസ്, സ്മാർട്ട് ബോയ്സ് പറയൂ. ചാറ്റ് ബോക്സ് എനേബിൾ അല്ലേ? ആണല്ലോ അല്ലെ? യെസ് പറട്ടെ. 5 pillars ഓഫ് 5 കാര്യങ്ങൾ, ജീവിതത്തിൽ വേണ്ട 5 കാര്യങ്ങൾ. ടൈപ്പ്. സത്യം, ധർമ്മം, അഹിംസയാണ്. അത് അഷ്ടാംഗ മാർഗങ്ങളാണ്. അത് വേറെയാണ്. യെസ്, കറക്റ്റ്. ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ, വിനോദം, ആത്മീയത. ബാക്കിയുള്ളവരെ പറയും. ആഹാ, ക്ലാസ്സിൽ പങ്കെടുത്തവരെന്നെ പറഞ്ഞു. എത്ര ദിവസമായി ക്ലാസ്സിൽ ഇരിക്കുന്നത്? ജയലളിതയൊക്കെ, ദീപമോളൊക്കെ പുതിയല്ലേ, അതുകൊണ്ട് അറിയില്ല. ക്ലാസ് സ്ഥിരം പങ്കെടുക്കുക. നമ്മൾ ഈ 5 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ക്ലാസ് എടുക്കാറുള്ളൂ. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ ഇല്ലാതെ നമ്മൾ ഒരു ക്ലാസ്സും എടുക്കാറില്ല. എല്ലാ ക്ലാസ്സും ഇതിൽ ബേസ് ചെയ്തിട്ടാണ്. ഈവൻ മെഡിറ്റേഷൻ മുതൽ ജേർണി ടു ഹാപ്പിനെസ്, മണി മാനിഫെസ്റ്റേഷൻ, 2020 മെഡിറ്റേഷൻ, അല്ലെങ്കിൽ 7 ചക്രാസ്, മറ്റ് എന്താ പറയാ, അങ്ങനെ നമ്മളുള്ള എല്ലാ ക്ലാസ്സുകളും ഈ 5 എണ്ണത്തിൽ ബേസ് ചെയ്തു. ഈ 5 ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. 4 കട്ടിലിന്റെ കാലും നടുക്കൊരു കാലും കൂടി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഉണ്ടാക്കുക. അത് പറയുന്നത് വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്. യെസ്, പറയും. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പി റിലേഷൻഷിപ്പ്, വിനോദം, എന്റർടൈൻമെന്റ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇതില്ലാതെ ജീവിതം സാധ്യമേ ആവില്ല. നിങ്ങൾ എല്ലാവരും അവോയ്ഡ് ചെയ്യും എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്റർടൈൻമെന്റ് എന്ന് ഞാൻ പറയും. എന്റർടൈൻമെന്റിലേക്ക് ജീവിതത്തിൽ ഒരു അർത്ഥമില്ലെന്ന്, ഒരു ആസ്വാദനം ഉണ്ടാവില്ല. അപ്പൊ 5 കാര്യങ്ങളെ വളരെ വിശദമായി നമ്മൾ പഠിക്കുന്നു. ഇനി കാണുക, അടുത്ത് താമസിയാതെ തന്നെ ഈ 5 സബ്ജക്റ്റിലും പുതിയ പുസ്തകം ഉടനെ വരും, പുതിയ കോഴ്സ് വരും. അതിന്റെ പഠിപ്പുരയാണ് ഇപ്പൊ 2 ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ 5 കാര്യങ്ങളെ മാത്രം വെച്ചുകൊണ്ടുള്ള ബുക്സ് ഒന്ന് എഴുതാനുള്ള പരിപാടിയിലാണ്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് എല്ലാവരും വെൽത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ദയവ് ചെയ്ത് ചെയ്യരുത്. ഹെൽത്ത് ഇല്ലെങ്കിൽ വെൽത്ത് ഇല്ല, വെൽത്ത് ഉണ്ടെങ്കിലും ഹെൽത്ത് ഉണ്ടെങ്കിലും എന്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ, റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ, ഇത് രണ്ടും വെറും ശൂന്യമായിരിക്കുമെന്ന് അറിയുക. അതുകൊണ്ട് വിനോദവും എന്റർടൈൻമെന്റും വേണം. ഇത് 4 സാധ്യമാവണമെങ്കിൽ നടുക്ക് വെച്ച കാല് നിങ്ങൾക്ക് വേണം, സ്പിരിച്വാലിറ്റി വേണം തന്നെ. 4 കാലം വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നടുക്കൊരു കാലുണ്ടായാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാലും അതുകൊണ്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയെ നടുവിൽ കൊണ്ടുവച്ചത്. ആ സ്പിരിച്വാലിറ്റി ഇല്ലാതെ സാധ്യമാകില്ല എന്നുള്ളത് അറിയുക. അപ്പോൾ ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് എടുക്കുന്നു. ടെൻഷൻ എന്റർടൈൻമെന്റ് സമയം കൊണ്ട്
ടെൻഷനിടയിലും ടെൻഷൻ മാറിയിട്ട് എന്റർടൈൻമെന്റ് ചെയ്യാമെന്ന് ആരും ചിന്തിക്കരുത്. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് നിർബന്ധമുള്ള കാര്യമാണ് എന്റർടൈൻമെന്റ്. അത് വളരെ ഇതാണ്. ഇതിനെപ്പറ്റി വളരെ വിശദമായി ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ പോകുന്നത് അടുത്തത്, ആരാണ് ഞാൻ, ഹുവമായി എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. എന്നെ കണ്ടെത്തുക, സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന അവനവനെ കണ്ടെത്തുക എന്നുള്ള പ്രക്രിയ. ആ പ്രക്രിയ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളായി നിലനിർത്താൻ സാധിക്കുന്നത് എന്നുള്ളത്. ആ പ്രക്രിയ മനസ്സിലാക്കാത്തടത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ ബെറ്റർ ചോയ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാതിരുന്നാൽ നമ്മൾ അവിടെ കിടന്ന് വട്ടം കുഴിയാന കറങ്ങുന്ന പോലെ കറങ്ങും. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. എന്താണ് എന്റെ അഭിനിവേശങ്ങൾ എന്നറിയില്ല. പാഷൻ എന്താണെന്ന് അറിയില്ല. എന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് തിരിച്ചറിയില്ലെങ്കിൽ വെറുതെ ജീവിച്ചു പോവുകയുള്ളൂ. ഇത് മനസ്സിലാക്കാതെ എന്റെ സാമൂഹികമായ ബന്ധങ്ങൾ എന്താണ് എന്നറിയില്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേക്കും, വൈകിട്ട് പോകും, അവസാനം വൈകിട്ടാകുമ്പോ എന്തപ്പോ ജീവിതം, കിടന്നുറങ്ങിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൈൻഡിനെ ഏറെക്കുറെ നമുക്ക് സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ഇതിന്റെ പ്രക്രിയകൾ കുറേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. ഞാനിപ്പോ എല്ലാം പറഞ്ഞു തന്നാൽ പിന്നെ എനിക്ക് ക്ലാസ്സിൽ ആൾ ഉണ്ടാവില്ലല്ലോ അല്ലെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഹിന്റായ മാത്രമല്ലേ തരുള്ളൂ. അതല്ലേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ധർമ്മം ദോഷമായി പോകും. കർമ്മഫലം കിട്ടാൻ വേണ്ടി ധർമ്മം വിടേണ്ട അവസ്ഥ വരും അല്ലെ. അതുകൊണ്ട് വേണ്ട, ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ബാക്കി പഠിക്കണോ, നിങ്ങൾ ക്ലാസ്സിലേക്ക് വരിക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. കാരണം പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ ഞാനിവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ 1 മണിക്കൂർ പറയുന്നത് അവിടെ 10 മിനിറ്റേ പറയുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ആ 1 മണിക്കൂറിന് ഞാനിവിടെ 10 മിനിറ്റ് ആക്കി ചുരുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തമാശകളൊന്നും അവിടെ ഇല്ല. കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം. ഇനിയിപ്പോ പഠിച്ചവരായിരിക്കും കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നത്, ഞാൻ പറയുന്നതിനേക്കാളില്ല. അപ്പോ സന്തോഷത്തിലേക്കുള്ള യാത്രക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ, സന്തോഷമുള്ള യാത്ര, സന്തോഷം ജീവിതത്തിൽ ആവശ്യമാണ്. ജീവിതത്തെ നമുക്ക് നേടണം, അല്ലെങ്കിൽ എന്റെ ജീവിതം എന്റേത് മാത്രമാണ്. എവറി ഹ്യൂമൻ ഈസ് ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ നിർമ്മിക്കാനും അല്ലെങ്കിൽ സൃഷ്ടിക്കാനും അതിനെ പാകപ്പെടുത്താനും നമുക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് വേണ്ട രീതിയിൽ പാകപ്പെടുത്താം. എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട്. ബിരിയാണിക്കുള്ള എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ ചേരുവകളും ബിരിയാണിയുടെ പാകങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്ന പണി എന്റേതല്ല. ചേരുവകളൊക്കെ പഠിപ്പിച്ചത് എങ്ങനെയാണ് ചേർക്കേണ്ടത്, വെള്ളം എത്ര ഇടണം, അരി എത്ര ഇടണം, അല്ലെങ്കിൽ മസാല എങ്ങനെ വേണം, ഇതെല്ലാം പറഞ്ഞു തരാം. എല്ലാം എഴുതി വെച്ച് പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുവരിക, അതിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ എടുത്ത് കഴിക്കുക. ഇതാണ് എനിക്ക് ലളിതമായി കോഴ്സിനെ പറ്റി പറയാനുള്ളത്. സന്തോഷം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അത് നമ്മുടെ ജീവിത യാത്രയാണ് എന്ന് മറക്കാതിരിക്കുക. സന്തോഷമില്ലെങ്കിൽ ഒരു ജീവിതമില്ല. അത് ഉണ്ടാക്കിയെടുക്കാനല്ല, അത് അനുഭവിച്ചാൽ മാത്രം മതി. അവിടെ ഉണ്ട്, അതിനനുഭവിച്ചാൽ മാത്രം മതി. അപ്പൊ ഈ ക്ലാസ്സിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള ജീവിത പരിവർത്തനം സാധ്യമാക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. തയ്യാറായവർക്ക് കോഴ്സ് ജോയിൻ ചെയ്യാമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇത് കോഴ്സ് ഇപ്പോൾ ഞാൻ കോഴ്സിന്റെ ഫീസ് എന്ന് പറഞ്ഞ് വിൽക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ക്ലാസ്സിൽ താല്പര്യമുള്ളവർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫീസൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞതാണ്. അന്ന് തുടങ്ങി അന്ന് മുതൽ ഇതേ ഫീസ്, ഇന്നും അതേ ഫീസ്. പക്ഷേ ഈ ഫീസ് അടുത്ത മാസം മാറണം എന്നാണ് നമ്മുടെ ഓഡിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിനൊന്നും GST ചാർജ് ചെയ്യുന്നില്ല. പക്ഷെ അടുത്ത മാസം മുതൽ GST ചാർജ് ചെയ്യാതെ പറ്റില്ല എന്നുള്ള കണ്ടീഷൻസ് എന്ന് ഇൻകം ടാക്സ് ഫയൽ ചെയ്യും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ടാക്സ് ആഡ് ആയിരിക്കും. ഇത്തവണ ഈ ഫെബ്രുവരി മാസത്തിൽ ഇപ്രാവശ്യം ആഡ് ചെയ്യില്ല. നെക്സ്റ്റ് മാസം മുതൽ ആഡ് ചെയ്തിട്ടേ വരുള്ളൂ. ഇപ്പോഴുള്ള കോഴ്സ് ഫീസ്, ഒറിജിനൽ ഫീസ് 10,000 റുപ്പീസ് ആണ്. അത് 21 to 30 ഡേയ്സ് ആണ് ക്ലാസ്, ഡെയിലി പ്രാക്ടീസ് ആണ്. പക്ഷേ നമ്മളത് ഓഫർ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്
5,999 ഇപ്പോൾ നിലവിലുള്ളത്. ഇനി GST കൂടി അടുത്ത പ്രാവശ്യം ആഡ് ചെയ്ത്, ഇപ്പൊ GST ഞാനാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ആൾക്കാരിൽ നിന്ന് വയ്ക്കും ഇൻവോയ്സ് കൊടുക്കേണ്ട അവസ്ഥയുള്ളത് കൊണ്ട് നിങ്ങൾ തന്നെ GST കൊടുക്കേണ്ടി വരും. GST കൊടുത്തു മടുത്തു എന്നല്ല, GST കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് നല്ലതാണ്. GST കൊടുക്കുന്ന ഒട്ടും നഷ്ടമല്ല. അത് വളരെ സിസ്റ്റമാറ്റിക് ചിന്തിക്കണം. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ഞാൻ പഠിപ്പിക്കുന്നതാണ്. ടാക്സ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി കള്ളം ചേർക്കരുത്. അതേവ് ചെയ്ത് അങ്ങനെ ചിന്ത എവിടെയും കൊണ്ടുവരരുത്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്യാൻസൽ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് അവർ സൊസൈറ്റി റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തെ നിയമമാണ്. അതിന് നമുക്ക് ഒരു കാരണവശാലും ഒരു സ്ഥലത്തും നോൺ ക്വസ്റ്റ്യനബിൾ ആണ് സാധനം. മനസ്സിൽ പോലും ചിന്തിക്കരുത്. താങ്ക് യു ആരോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ബിന്ദു അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മൾ എപ്പോഴും അത് കമ്മിറ്റഡ് ആണ്. നമ്മൾ ശ്വാസം കഴിക്കുന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ഇറ്റ് ഈസ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി പറയാനുള്ളവർക്ക്, അങ്ങനെ ചെയ്തവർക്ക് നല്ല അനുഭവം ഉണ്ടെങ്കിൽ നല്ലത് പറയാം, അല്ലെങ്കിൽ മനസ്സിലാവാത്തത് പറയാം. എനിവേ യു ക്യാൻ ടെൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുതിയ അനുഭവം ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞോളൂ. താങ്ക് യു വെരി മച്ച്. ഞാനിവിടെ ഇത് ഉപസംഹരിക്കുന്നു. കോഴ്സിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്, അതും ചോദിച്ചോളൂ. അപ്പൊ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിന്റെ രീതിയിൽ ചോദിക്കാതെ മാത്രം. താങ്ക് യു. ആദ്യം തന്നെ സീനത്ത് സംസാരിക്കട്ടെ. സീനത്ത്, ടൈം ടു അൺമ്യൂട്ട് യു. കാരണം എനിക്ക് വളരെ ഗുഡ് ന്യൂസ് പറയാനുള്ളതാണ്. സീനത്ത് അൺമ്യൂട്ട് ചെയ്തു. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം സീനത്ത്, പറഞ്ഞു. സാർ, ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതായത് 8 വർഷമായി ഞങ്ങളെ കേസ് കൊടുത്തിട്ട്. പിന്നെ സാറിന്റെ യൂട്യൂബിലൊരു ലിങ്ക് കണ്ടിട്ട് ഞാൻ അങ്ങനെ കയറിയതാണ്. ഗ്രൂപ്പിൽ അങ്ങനെ ആഡായി. അങ്ങനെ ഫസ്റ്റ് 2020 മെഡിറ്റേഷൻ കോഴ്സാണ് ഞാൻ ചെയ്തത്. അതിൽ ഞാൻ സാർ ഇൻഡക്ഷൻ എഴുതാൻ പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് എഴുതി വെച്ചൊരു ഇൻഡക്ഷൻ ആയിരുന്നു. മുൻകാല പ്രാബല്യത്തോടു കൂടി പ്രീ പ്രൈമറിയുടെ കേസ് വിധി വരണം പറഞ്ഞിട്ട് എഴുതി വെച്ചു. പിന്നെ അഫർമേഷൻ ഞാൻ അതുപോലെ തന്നെ എഴുതി വെച്ചു. പക്ഷെ മുൻകാല പ്രാബല്യത്തോടു കൂടി എഴുതി വെച്ചാലും അത് ഒരിക്കലും അങ്ങനെ വരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം ഇതിപ്പോ 2012 മുതൽ 2024 വരെ 25,000 വെച്ചിട്ട് മുൻകാല പ്രാബല്യത്തോടു കൂടി 2024 മാർച്ച് വരെ തരാനും ഏപ്രിൽ 27,500 രൂപ തരാനും പറഞ്ഞിട്ടാണ് കോടതി ഇന്ന് വിധി പ്രഖ്യാപിച്ചത്. സാറിന്റെ ക്ലാസ്സിൽ വന്നു. ഞാൻ കോഴിക്കോട് വന്ന് സാറിനോട് ഈ കാര്യം തന്നെ സംസാരിച്ചു. അന്ന് സാറ് പറഞ്ഞു സീനത്ത് പോയിക്കോ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് പറഞ്ഞു. അതെന്റെ മൈൻഡിൽ അങ്ങനെ കേറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ കേസ് 2-3 തവണ പെട്ടെന്ന് എടുത്തു. 2 കേസിന് ഞാൻ പോയി. ഇന്ന് എനിക്ക് പോവാൻ പറ്റിയില്ല. മോളെ പൂച്ച കടിച്ച കാരണം എനിക്ക് ഇന്ന് പോവാൻ പറ്റിയില്ല. അവൾക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചർ ഒറ്റയ്ക്കാണ് ഇന്ന് പോയത്. അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ എന്തായാലും ഒറ്റയ്ക്ക് പോയിക്കോളൂ, കാരണം ഇത് ടീച്ചറുടെ വിജയമാണ്. ഞങ്ങൾക്കറിയാം. കാരണം അത്രയും ആ ഒരു കേസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നടന്ന ടീച്ചറായിരുന്നു. അപ്പൊ ഇതിന് അർഹതപ്പെട്ടത് ടീച്ചർ തന്നെയാണ്. അപ്പൊ ടീച്ചർ എന്തായാലും പോയിക്കോളൂ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അതേപോലെ തന്നെ ഇന്ന് വിധി വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഒന്നും ഇല്ലാത്തതിൽ നിന്ന് ഞങ്ങൾ ഇത്രയായിട്ട് ഉയർന്നു. 2018 കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 1 രൂപ പോലും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നേ വരെ. അപ്പൊ ഇങ്ങനെ ഒരു കോടതി നല്ലൊരു വിധിയാണ് ഞങ്ങൾക്ക് തന്നത്. ഇപ്പൊ ടിവിയിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. TV ന്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി സാർ. പിന്നെ അത് മാത്രല്ല, ഞാൻ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ എഴുതുന്നുണ്ട്. അഫർമേഷൻ എങ്ങനെ എഴുതുകയെന്ന് സാറാണ് പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതേപോലെയാണ് എഴുതുന്നത്. അതേപോലെ എഴുതിയ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് ഇന്നേ വരെ ഉള്ള കാര്യങ്ങള്. അൽഹംദുലില്ലാഹ്. എല്ലാം ദൈവത്തിനും പ്രപഞ്ചശക്തിക്കും സാറിനും എല്ലാരോടും ഭയങ്കര നന്ദി. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവണേ ഇല്ല. ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട് സാർ പറയാൻ. താങ്ക് യു. സീനത്ത് ആദ്യം ഈ കാര്യം പറഞ്ഞപ്പോ സീനത്തിനോട് ഞാൻ പറഞ്ഞു, മുൻകാല പ്രാബല്യത്തിലൂടെ കിട്ടിയാൽ സീനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ചോദിച്ചത്, ഓർമ്മയുണ്ട്? ചോദിച്ചു. ആദ്യം സീനത്ത് എന്നോട് ഇതല്ല പറഞ്ഞത്. എനിക്ക് അങ്ങനെയെങ്കിലും ആ ശമ്പളം കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു മുൻകാല പ്രാബല്യത്തോടെ കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യാം. സാർ ചോദിച്ചത് ശരിയാ. അന്നാണത് മുൻകാല പ്രാബല്യം, അതെ
അത് സാറ് അത് ചോദിച്ചു. പക്ഷെ ഞാന് അതിന്റെ മുമ്പ് എനിക്ക് സാറിന്റെ അത്ര പരിചയമൊന്നുമില്ല. ഞാൻ ക്ലാസ്സിലൊന്നും ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ 2020 ഞാൻ അത് എഴുതി വെച്ചു സാർ. 2020 മെഡിറ്റേഷന്റെ ഇൻഡക്ഷനിൽ ഞാൻ ഈ മുൻകാല പ്രാബല്യത്തോട് കൂടിന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഫർമേഷൻ എങ്ങനെ എഴുതാന്നുള്ളത് ആ 2020 മെഡിറ്റേഷനിലാണ് മനസ്സിലായത്. പിന്നെ അതിനുശേഷം ഇന്നേ വരെയുള്ള അഫർമേഷൻ ഞാൻ അങ്ങനെ തന്നെയാ സാറ് പറയുന്ന അതേപോലെ ഞാൻ വേറൊരു കേസ് സാറിന്റെ അടുത്ത് പറഞ്ഞൊരു ഗോൾഡ് പണയം വെച്ചിട്ട് അതിന്റെ ഒരു ലേലത്തിന്റെ ഇത് പറഞ്ഞു. അപ്പൊ അതും ആ ഡേറ്റ് വെച്ചിട്ട് ഞാൻ എഴുതി. അതേപോലെ ആ ഡേറ്റിന് തന്നെ ഞാൻ ആ ഗോൾഡ് റിക്കവർ ചെയ്തിട്ട് അത് ക്ലിയർ ആക്കി വെച്ചു. അതും ഞാൻ പറഞ്ഞ ഡേറ്റിന് തന്നെയാണ് എനിക്ക് അതും കിട്ടിയത്. അതും ഭയങ്കര അപ്പൊ അന്ന് സാറ് അത് പറയുകയും ചെയ്തു. അഫർമേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് സാറ് പറയുകയും ചെയ്തു ഗ്രൂപ്പില്. അല്ല ഇതില് പറഞ്ഞു. സൂം മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷായി. ഇനി അടുത്ത് സാറ് നാട്ടിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഞാൻ എന്തായാലും വരും കാണാൻ. ശരി. താങ്ക് താങ്ക് യു യു വെരി മച്ച്. താങ്ക് യു. യെസ്, നേരത്തെ സംസാരിക്കാൻ വേണ്ടി ചോദിച്ച ആരാണ്? ഒരു മിനിറ്റ്. മുരളീധരൻ പിള്ളേ പറഞ്ഞോളൂ. മുരളീധരൻ പിള്ളേ അൺമ്യൂട്ട് ചെയ്തോളൂ സാർ. This is my first experience, I want to say. Yes, മുരളീധരൻ പിള്ളേ. സർ, ഞാനാണ് ജയ. ജയാണ് പറഞ്ഞു. ഓക്കെ. ഞാൻ ഇവിടെ ക്ലാസ്സിൽ എല്ലാവരും എക്സ്പീരിയൻസ് പറയുമ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് അങ്ങനെ പറയാനൊരു അവസരം എന്നാണ് ഉണ്ടാവുന്നത്. ഇത് ഹാങ്കിയുടെ എക്സ്പീരിയൻസ് ചെയ്ത അന്ന് വൈകിട്ട് തന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണമായിരുന്നു. അതെനിക്ക് അന്ന് തന്നെ കിട്ടി. പിന്നെ എനിക്കിപ്പോൾ ഭയങ്കര പീസ് ഓഫ് മൈൻഡാണ്. നേരത്തെ ഭയങ്കര ഡിപ്രഷനോ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങോ ചില സമയത്ത് എനിക്ക് എല്ലാ ബോംബും എൻ്റെ തലയിലാണ് പൊട്ടുന്നത്. അതേപോലെ ഒരു ഡിപ്രഷനായിരുന്നു. രാത്രിയിൽ ഉറക്കമില്ല. ചില സമയത്ത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മനസ്സ് വളരെ കൂളാണ്, ഭയങ്കര ശാന്തമാണ്. എനിക്കിപ്പൊ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട്, വളരെ ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്. ഒരു ചോദ്യം ചോദിച്ച് ലേഖ സന്തോഷ് ചോദിക്കുന്ന ചോദ്യം, ചക്ര മെഡിറ്റേഷൻ ജേണി ടു ഹാപ്പിനെസ് ഏതാണ് നല്ലത്? അങ്ങനെ രണ്ടും പറയാൻ പറ്റില്ല. രണ്ട് സാധനമാണ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. ചക്ര മെഡിറ്റേഷൻ ആയിട്ട് നിങ്ങൾ യാതൊന്നിനും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ യുവർ ഇന്റേണൽ എനർജി. എന്താ പറയാ, ചക്രസിന് ഞാൻ അങ്ങനെയൊക്കെ പറയാം. ദാറ്റ് ഈസ് നോട്ട് എ മൈൻഡ് പ്രോഗ്രാം. ദാറ്റ് ഈസ് എൻ മനോമയ കോശങ്ങളുടെ പുനരാവർത്തികൾ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ മനോമയ കോശത്തിലുള്ള മാറ്റങ്ങളെയാണ് ചക്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിന്റെ മാറ്റത്തെയാണ് ജേർണി ടു ഹാപ്പിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാണ്. രണ്ടും സൈമൾട്ടേനിയസ്ലി കണക്റ്റഡ് ആണ്. രണ്ടും ഉണ്ടാകുമ്പോൾ ആണ് കൂടുതൽ ബലം കിട്ടുക. അപ്പോ ഏതാണ് എന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സർ അഫർമേഷൻ എഴുതാൻ പറഞ്ഞു തരൂ. തീർച്ചയായിട്ടും ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ ദിവസവും അഫർമേഷൻ എഴുതാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും എത്രയോ ക്ലാസ്സുകൾ നമ്മുടെ അഫർമേഷൻസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കും പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ഓപ്പൺ ടു ഓൾ. പറയാനുള്ളവർ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. ക്ലാസ്സിനെ പറ്റി, ജേർണി ടു ഹാപ്പിനെസിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഹെലൻ മാം പറയുന്നുണ്ടോ? ഹലോ സാർ. പറഞ്ഞോ. നിഖില പറഞ്ഞോ. ബാക്കിയുള്ള അൺമ്യൂട്ട് ചെയ്യൂ. നിഖില പറഞ്ഞോ. ഞാൻ പുറത്താണ്, ചിലപ്പോ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാൻ കാരണം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വീഴ്ച പറ്റിയൊരു പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസം എനിക്ക് മെഡിറ്റേഷൻ ക്ലാസ്സിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വീണ്ടും ഇന്നു മുതൽ രാവിലെ മുതൽ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറ് പറയുന്ന ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഹാപ്പിയാണ്. പക്ഷെ എന്നാലും എന്താ ഒരു ചെറിയൊരു ഫീൽ എവിടെയോ കിടക്കുന്നു. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്? ഞാൻ മെഡിറ്റേഷനിലുണ്ട് ഇപ്പൊ. മറ്റേ 7 ചക്രാസിൽ ജോയിൻ ചെയ്തു. 2020 മെഡിറ്റേഷൻ ചെയ്തു. പിന്നെ വേറെ ഒരു ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ മാത്രം കിട്ടിയിട്ട് എല്ലാ ഹാപ്പിനെസ് കിട്ടുമെങ്കിൽ പിന്നെ ബാക്കി കോഴ്സ് ഞാൻ ചെയ്യണ്ടല്ലോ. അല്ലേ സാർ, ഇങ്ങനെയല്ല പറഞ്ഞത്. ഞാനിപ്പോ ചൊവ്വാഴ്ച ജോയിൻ ചെയ്യാൻ പോവാണ്. ഞാൻ അതിനെ പറ്റി പറഞ്ഞതാണ്.
അത് ഒരു മെഡിറ്റേഷൻ വൺ ഓഫ് ദി പാർട്ട് മാത്രമാണ്, ഒരു പാർട്ടാണ്. മെഡിറ്റേഷൻ നിർബന്ധമാണ്, ഒരു പാർട്ട് മാത്രമാണ്. മെഡിറ്റേഷൻ കൊണ്ട് മൈൻഡ് കൂളാക്കാനേ പറ്റുള്ളൂ, മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. മൈൻഡ് അതെല്ലാം മെഡിറ്റേഷൻ ആണല്ലോ, ഇതെല്ലാം മെഡിറ്റേഷൻ ആണല്ലോ. മൈൻഡ് കൂളാക്കാം. ഇത് തന്നെ ജേർണി ടു ഹാപ്പിനെസ് പറഞ്ഞേ. മൈൻഡ് നോക്കൂ, നമ്മൾ മൈൻഡ് കൂളാക്കി വെക്കുന്നതും മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്ന രണ്ടാണ്. മൈൻഡ് കൂളാക്കാതെ മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജേർണി ടു ഹാപ്പിനെസ് എടുക്കുന്ന എല്ലാവർക്കും മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യും. കാരണം മൈൻഡ് കൂളാക്കാതെ മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ബ്രെയിനിനെ കൂടാക്കാത്തത്തോളം പറ്റില്ല. പക്ഷെ നമ്മളിരിക്കുന്ന നമ്മൾക്ക് ആക്ച്വലി സംഭവിക്കുന്ന എന്താണ്, നമ്മളുടെ കുറെ നെഗറ്റിവിറ്റിയാണ് നമുക്ക് ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നെഗറ്റീവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾ കൂളാക്കിയതിന്റെ കാര്യമുണ്ടോ? ഇതാണ് ഈ നെഗറ്റീവിനെ ചേഞ്ച് ചെയ്യുന്നതാണ് ഈ ജേർണി ടു ഹാപ്പിനെസ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം, എന്തുകൊണ്ട് നമ്മുടെ മാലിന്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം, എന്തുകൊണ്ട് നമ്മൾ ഗോൾഡൻ കീസ് ഓഫ് ഹാപ്പിനെസ് ഉപയോഗിക്കണം, എന്തുകൊണ്ട് ഞാൻ ആരാണെന്ന് കണ്ടെത്തണം, എന്തുകൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ നിർണയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ കോഴ്സ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് വളരെ സ്പഷ്ടമാണ്. ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ഏതാണ്? ഏതാണ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്? ഒരു മിനിറ്റ്, ഒരാൾ സംസാരിക്കും മറ്റൊരാളുടെ കംപ്ലീറ്റ് അവർ കംപ്ലീറ്റ് ആവട്ടെ, അതുപോലെ വെയിറ്റ് ചെയ്തൂടെ? ആ പറയുമ്പോ ലിഖന, നമ്മുടെ ആ ക്ലാസ് ഓൾവേസ് ഓപ്പൺ ആണ്, അതിന് ഡേറ്റ് ഇല്ല. അത് ആപ്പിലൂടെ ഓൾറെഡി ബിൽറ്റ്, എപ്പോ വേണം ചോദിച്ചാൽ ഏത് സമയത്തും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആപ്പ് ക്ലാസ്സുകളെല്ലാം റെഡി ടു സ്റ്റാർട്ട് എനി ടൈം ആണ്. അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങൾ എപ്പോ വന്നു അന്ന് മുതൽ നിങ്ങളുടെ ഒന്നാമത്തെ ക്ലാസ് തുടങ്ങും. അതങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഹാപ്പി ടു ജേർണി ക്ലാസ്സിൽ സാറുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാ ആഴ്ചയിലും ഒരു സെഷൻസ് ഇതുപോലെ ഇന്ററാക്ഷൻ സെക്ഷൻ ഉണ്ട് എല്ലാ ആഴ്ചയും. ഓക്കെ, അപ്പൊ സാറേ ഈ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ഏതാണ്? ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സും ഉണ്ട്, അതും ഇതുപോലത്തെ ക്ലാസ് തന്നെ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിനെ പറ്റി നാളെ പറയാം. ഓക്കെ സാർ, താങ്ക് യു. ലോ ഓഫ് അട്രാക്ഷനിൽ 3 ടൈപ്പ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ആണ് നമ്മുടെ ഉള്ളത്. അത് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ, നോർമൽ ലോ ഓഫ് അട്രാക്ഷൻ, അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ, 3 ടൈപ്പിലുണ്ട്. 3 അല്ല, ഇപ്പൊ 4 ടൈപ്പിലുണ്ട്. ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ഇമോഷണലിനെ കളയാൻ വേണ്ടി ഏത് കോഴ്സാണ് സാർ ഏറ്റവും നല്ലത്? ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. 7 days മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയ മുതൽ എന്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റം. വെരി ഗുഡ്. 7 days മെഡിറ്റേഷൻ ചെയ്താൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അത് ആന്തരികമായിട്ടുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെയും പ്രവൃത്തികളെയും ചേഞ്ച് ആവണമെങ്കിൽ അവിടെ ചേഞ്ച് ആവില്ല. അത് ജേർണി ടു ഹാപ്പിനെസ് ചേഞ്ച് ആവുള്ളൂ. നിങ്ങളുടെ അകത്ത് നിങ്ങൾ കൂളായിട്ട് പീസ് ഓഫ് മൈൻഡിൽ നിൽക്കുന്ന എനർജി തലത്തിൽ ഉയർത്താൻ പറ്റും. പക്ഷെ നെഗറ്റിവിറ്റി നിന്ന് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ 7 days മെഡിറ്റേഷൻ മാത്രം പോരാ. യെസ്, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. ശ്രീദേവിയാണ് ഇപ്പൊ സംസാരിച്ചത്. ഹലോ സാർ. ഓക്കെ, ശ്രീദേവി. ഓക്കെ, അടുത്ത പറയൂ. കേൾക്കുന്നുണ്ടോ? യെസ്, പറഞ്ഞു. ഞാൻ പറയട്ടെ സാറേ? പറഞ്ഞോണ്ടിരിക്കുന്നത് പറയട്ടെ? പറഞ്ഞു. ഹലോ, പറഞ്ഞോളൂ ശ്രീദേവി. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഞാൻ ശ്രീദേവി. കേൾക്കുന്നുണ്ട് സാറേ? കേൾക്കാം. സാർ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞോ. ഞാൻ ഇതില് യൂട്യൂബില് ക്ലാസ്സുകൾ ധാരാളം കാണുന്നുണ്ട്. അപ്പൊ അതിലൊരു ഏതാണ് ഇത് മനസ്സിലായില്ല എനിക്ക്. ഒന്നൊരു മാന്ത്രിക കല്ലിന്റെ പറഞ്ഞിരുന്നില്ലേ സാറേ? കുറെ ദിവസം മുമ്പത്തെയാണ്. പക്ഷെ ഞാൻ ഇതേവരെയൊന്നും എല്ലാ ദിവസവും അങ്ങനെ ഇരുന്ന് കാണും. അതേപോലെ തന്നെ ക്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് 9 പ്രാവശ്യം ഇത് ചെയ്യാനുള്ളതും. എനിക്കത് രണ്ടും ഞാൻ ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ ഫലവത്തായിട്ട് എന്നാലും ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട്.
എനിക്ക് വിചാരിച്ച ഇതൊക്കെ സാധിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇതിനെ പലരും പറഞ്ഞപ്പോ അവർക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞു. ശരി, സമയം കണ്ട പറഞ്ഞു ക്ലിയർ ആയി പറഞ്ഞു. അടുത്ത ബിന്ദു, കെ ബിന്ദു പറയാമെന്ന് പറഞ്ഞു. കെ ബിന്ദു പറ. സാർ ഗുഡ് ഈവനിങ് സാർ. എന്റെ പേര് ബിന്ദു, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ്. സാർ, ഞാൻ 2 മാസം മുന്നേ ഞാൻ സാറിനോട് പറഞ്ഞു എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചേർന്നത്. അവള് BSc ഫോറൻസിക് കഴിഞ്ഞു 1 വർഷം ബ്രേക്ക് എടുത്ത് വെറുതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ സാറിനോട്. അപ്പൊ സാറിനോട് പറഞ്ഞു അവൾ അങ്ങനെ ഇരിക്കട്ടെ, നിങ്ങൾ മാറാൻ പറഞ്ഞു. ഞാൻ മാറിക്കൊണ്ടിരുന്നു. അവളില് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. അവളിപ്പം രാവിലെ ജിമ്മിന് ജോയിൻ ചെയ്ത്, ഞാൻ കഴിഞ്ഞ വർഷം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു സാർ. ഞാൻ സാറിന് മെസ്സേജ് അയച്ചായിരുന്നു. ഋഷിക, ഫെബ്രുവരി 2-ാം തീയതി. ഞങ്ങൾ അന്ന് മൂകാംബിക പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അവളുടെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാണ് ഞങ്ങൾ മൂകാംബിക പോയത്. മൂകാംബികയിൽ പോയി ഞങ്ങൾ തിരിച്ചു വന്ന വഴിയെ ഓഫീസിൽ നിന്ന് വിളിച്ചു, 1 മണിക്കൂറിനെങ്കിലും ഓഫീസിലോട്ട് വരണമെന്നും പറഞ്ഞ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ കമ്പനിയുടെ HR പോസ്റ്റ് ആയിട്ട് ഡ്യൂട്ടി കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പൊ ഡേറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അത് ഓൺലൈനിൽ ക്ലാസ് സ്റ്റാർട്ടായി. സാറ്റർഡേ സൺഡേ ക്ലാസ് ഉണ്ട്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു സാർ. പലതുള്ളി പെരുവെള്ളം എന്നതുപോലെ ചെറുതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു വിഷയം സംസാരിക്കാനായിട്ടുള്ളത് സാർ, ഞാൻ വിഷൻ ബോർഡിന്റെ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് മൂകാംബികയിൽ പോകണമെന്നുള്ളത്. അത് സാധിച്ചു. അവളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ അതെനിക്ക് പോകാൻ സാധിച്ചു. അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ നടക്കട്ടെ, അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടാൻ സാധിക്കട്ടെ. സാർ, ഞാൻ സംസാരിക്കട്ടെ? താങ്ക് യു സാർ. താങ്ക് യു. സാർ, ഞാൻ മല്ലിക. സാർ, ഞാൻ മല്ലിക. ഞാൻ സംസാരിക്കട്ടെ? മല്ലിക സംസാരിച്ചോ. സാർ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ബിസിനസ്സിൽ കഴിഞ്ഞ മന്ത് ടോപ്പറായിരുന്നു, ഡിസംബർ മന്ത്. അപ്പൊ എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ചെയ്തു ഈ ഇയറിൽ. അതായത് ഇക്കണോമിക് ഇയർ നമ്മുടെ ഏപ്രിൽ തൊട്ട് ഈ മാർച്ച് വരെ ഉള്ളത്. അത് ഞാൻ 3 മാസം ആയല്ലോ എനിക്ക് കോഡ് കിട്ടിയിട്ട്. ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്കിപ്പോ എക്സസ് ആയി, ഞാൻ ചെയ്യേണ്ട സംഖ്യയിൽ ഞാൻ എക്സസ് ആയി. അപ്പം ഒരു 15,000 രൂപയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി സമയം വേണം. എന്നാലും ഞാൻ പറയട്ടെ, അറിയാത്തവർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ സാറേ. എന്നോട് ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അപ്പൊ ഇത് കിട്ടിയില്ലെങ്കിൽ ഈ ചെയ്തതൊക്കെ വെറുതെ ആവും. 15,000 രൂപയുടെ ഉള്ളൂ പ്രൊട്ടക്ഷൻ മാത്രം. അതായത് നമുക്ക് കവറേജ് മാത്രം കിട്ടുന്ന ഒരു സ്കീമാണ്. അപ്പൊ എനിക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ അഫർമേഷൻ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത് ഓഫീസിൽ നിന്ന്. അപ്പൊ ഞാൻ അന്നേരം എടുത്തില്ല കോള്. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് തിരിച്ചു വിളിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് അടുത്ത മന്ത്, അതായത് മാർച്ച് മന്ത് നമുക്ക് സൈറ്റ് ഒക്കെ ജാം ആയിരിക്കും, ചെയ്യുവാണെങ്കിൽ അത് ഈ മാസം തന്നെ ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ നോക്കാന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോഴൊന്നും എനിക്ക് ഓർമ്മ വന്നില്ല കേട്ടോ സാർ. അതാണ് എനിക്ക് ഇത്ര സന്തോഷം. അത് കഴിഞ്ഞ് ഒരു കോൾ ഇങ്ങനെ വന്നു, കുറെ പേര് വിളിച്ചു, ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കോൾ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ സമയം അതിന് മുന്നേ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടുക്കളപ്പണിയാണ്, ഇതിന്റെ സമയം ഉണ്ടായി നോക്കാൻ ആ ഫോണൊന്നും ഇങ്ങനെ ഞെക്കി നോക്കും. അപ്പൊ സമയം ഉണ്ടായി നോക്കാം. അപ്പൊ 5:55. ഹെഡ്ഫോൺ ഒന്ന് കുറച്ച് അടുത്ത് പിടിക്കോ, ഒന്നും ക്ലിയർ ആവുന്നില്ല. ഹെഡ്ഫോൺ വയറൊന്ന് എടുത്ത് പിടിച്ചാൽ മതി. ഇപ്പൊ ക്ലിയർ ആവുന്നില്ല സാറേ? ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ഞാൻ 5:55 അപ്പൊ സമയം നോക്കിയപ്പോ. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ നമ്പറൊക്കെ കണ്ടാൽ നല്ലതാന്ന്. അപ്പൊ അതെന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അതെന്താന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാറിന്റെ ആ ക്ലാസ്. പക്ഷെ എനിക്ക് ആ നമ്പർ സാർ അന്ന് ഒരൊറ്റ ക്ലാസ് കിട്ടിയിരുന്നു അതിന്റെ. അപ്പൊ എനിക്ക് ആ 5:55 എന്ന് പറഞ്ഞപ്പോ എന്തായാലും എനിക്ക് കിട്ടും തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായില്ല. അതൊക്കെ നോക്കി സമയം നോക്കി അവിടെ വെച്ചു ഒരു കോള്. അപ്പൊ എന്നോട് ചോദിച്ചത്, നിനക്ക് എത്രയായി ഇപ്പൊ ചെയ്താ നീ പറയുന്നേ? എനിക്ക് 5 ലക്ഷത്തിന്റെ മെഡിക്ലെയിമും 1 ലക്ഷം ആക്സിഡന്റ് ബെനിഫിറ്റും കിട്ടും. ചുമ്മാ എനിക്ക് SBI തരുന്നതാ, ഞാൻ ഈ ഇത്രയും ബിസിനസ് ചെയ്തതിന്. അപ്പൊ എനിക്ക് ഈ 15 ചെയ്തില്ലെങ്കിൽ എനിക്കത് കിട്ടില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്തൊരു സുഹൃത്ത് തന്നെയാ. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് എത്രയാ കിട്ടുന്നത്? അപ്പൊ 25ന്റെ ഒരു പ്രൊട്ടക്ഷൻ സ്കീം നീ ചെയ്തോ എന്റെ പേരിൽ, ഞാൻ 12-ാം തീയതി പൈസ തരാമെന്ന് പറഞ്ഞു.
ഞാൻ ഒത്തിരി ഹാപ്പിയാ സാറേ. എനിക്കറിയില്ല. എനിക്കിപ്പം സാറ് ഇങ്ങനെ കാലൊന്ന് തൊട്ട് വന്ദിച്ചോട്ടെ സാറേ. കഴിഞ്ഞു. ഒത്തിരി സന്തോഷാ സാറേ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനും ഒക്കെ. ഞാൻ വലിയ പൈസ കൊടുത്ത് ഞാനത് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. എനിക്ക് ഇന്ന് 4-ാം തീയതി ഞാൻ കമ്മീഷൻ വന്നിട്ടില്ലാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ സന്ധ്യക്ക് നോക്കിയപ്പോ എനിക്ക് 4-ാം തീയതി വന്ന് കിടപ്പുണ്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ. റെഡിയാവട്ടെ. യെസ് സാർ ഞാൻ പറഞ്ഞോട്ടെ. യെസ് ആരാ? വത്സല ആരാ? ധന്യ ധന്യ. തന്നെ പറഞ്ഞോ. സാർ ഞാൻ സാറിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഈ ക്ലാസ്സിലോട്ട് വന്നത്. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് സാറിന്റെ വീഡിയോ കണ്ടത്. എങ്ങനെ 1, 2, 3 ദിവസം ഇങ്ങനെ 2-3 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ സാറുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് ക്ലാസ്സിന് കയറാമെന്നുള്ള രീതിയിലായിരുന്നു. എന്റെ അക്കൗണ്ടിലാണെങ്കിൽ അപ്പോഴും ഒരു 5 പൈസ പോലും എന്റെ അക്കൗണ്ടിലില്ല. അപ്പൊ സാറിന് നേരിട്ട് സംസാരിക്കുകയും വേണം. ഒരു 2-3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തപ്പം സാറിന് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ക്യാഷ് അക്കൗണ്ടിൽ വന്നു. അപ്പോൾ തന്നെ ഞാൻ രാധിക മാഡത്തിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കൊടുത്തു. ആ സാറിനെ കണ്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ക്യാഷും കിട്ടി, അതും ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ് ക്ലാസ്സിന് കയറേണ്ട ക്ലാസ്സും അതിനുള്ള ക്യാഷും കിട്ടി, അതും ഇട്ടു. പക്ഷെ ഇപ്പൊ ഓരോ ദിവസം ചെല്ലുന്തോറും രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് 1 to 1 എഴുതി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ജോലികൾ തുടങ്ങും. പക്ഷെ എവിടെ നിന്ന് ക്യാഷ് വേണമെന്ന് അറിഞ്ഞോളൂ സാറേ. ഇപ്പൊ എല്ലാ ദിവസവും വീട്ടിൽ ഇരുന്നാൽ മതി, വർക്കുകൾ ഇങ്ങോട്ട് വരാനുണ്ട്, പ്രോഡക്റ്റ് ഓർഡർ വീട്ടിൽ നിന്ന്. ഇപ്പം ഒരാഴ്ചയായിട്ട് സുഖമില്ലാതെ വീട്ടിലായിരുന്നു. പക്ഷേ എനിക്ക് പുറത്തോട്ടൊന്നും പോവേണ്ട ആവശ്യം വന്നില്ല. ഇങ്ങോട്ട് തന്നെ വിളിച്ച് ഓർഡർ തന്ന് വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ദിവസം എങ്ങനെയായിരുന്നാലും ഒരു 4000 രൂപ പ്രോഡക്റ്റ് എടുത്തു കൊടുക്കുന്നതും എല്ലാത്തിനും അക്കൗണ്ടിൽ കിട്ടും. ഒരു ദിവസം 10000 രൂപ കുറയാതെ എന്റെ അക്കൗണ്ടിൽ എന്നും കാണും. പിന്നെ ഒരാഴ്ച വയ്യാതായ സമയത്ത് എനിക്ക് എന്റെ മോനെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മക്കളെ ഒന്ന് വരാൻ പറ്റുമോ, ലീവിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അമ്മ ഇപ്പൊ ലീവ് കിട്ടൂല, എനിക്ക് എന്തായാലും 2 മാസം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി, കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷെ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ സാറേ, 3-ന്റെ രാവിലെ ആയപ്പോ അവൻ ഇവിടെ എത്തി. 4 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം പോയതേ ഉള്ളൂ. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ മനസ്സോർന്ന് ചിരിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ പെട്ടെന്ന് പക്ഷെ ഇപ്പം എപ്പോഴായിരുന്നാലും ഞാൻ ഹാപ്പിയാണ്. അത് എല്ലാവർക്കും, കുടുംബത്തിൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു പെരുമ. ഞാൻ അന്ന് ഫസ്റ്റ് കണ്ടപ്പോ നമ്മൾ സംസാരിച്ചിരുന്നു. ഓപ്പണായി പെരുമാറുന്നതിന്റെ ആ അൺകണ്ടീഷണൽ വെക്കുന്നതിന്റെ റിസൾട്ടാണ് ധന്യയിൽ കാണുന്നത്. അൺകണ്ടീഷണൽ ആക്കണം എപ്പോഴും കേട്ടോ. അതാണ് ഇപ്പൊ കാണുന്ന റിസൾട്ട്. ചിരിക്കാതിരിക്കുമ്പോ ഞാൻ മെഡിറ്റേഷൻ സമയത്ത് പറഞ്ഞു ഒന്ന് ചിരിച്ചോ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചോ, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലേ. യെസ്, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. യൂണിവേഴ്സിറ്റിയും താങ്ക് സാറിനും നന്ദി, എന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റം വരുത്തി തന്നതിന്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഹെലൻ മാം, കുറേ ദിവസമായി ഹെലൻ മാം സംസാരിക്കാതെ, കുറേ ദിവസമായി. ഗുഡ് ഈവനിങ് സർ. ഞാൻ പറയുന്നത്, എനിക്കാണെങ്കിൽ 1-2 കാര്യമല്ല പറയേണ്ടത്. എപ്പൊ പറയാനുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ പറയാനുണ്ടാകും. ശരിക്കും അതൊക്കെ എന്തെങ്കിലും ഒരു ബുക്കായിട്ട് ഞാൻ എഴുതി സാറിന് സമർപ്പിക്കും. അപ്പോ എന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സാമ്പത്തികമായിട്ടുള്ളതിനേക്കാളും എന്റെ മനസ്സിന്റെ സന്തോഷം, എന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ ശരിക്കും സാറിനെ കണ്ടെത്തുന്നത് വരെയും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ എന്നതാ ചെയ്യുന്നേ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ആളായ കാരണം എപ്പോഴും ഒരു വെറുതെ ഒരു ജീവിതം ഇങ്ങനെ വെറുതെ പോകുന്നു എന്നല്ലാണ്ട് ഒരു ഐഡിയ ഇല്ല എന്നതാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും സാർ എൻ്റെ ഒരു മാർഗദർശിയായിരുന്നു. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സാർ എനിക്ക് ശരിക്കും ഒരു മാർഗദർശിയായിരുന്നു. ഹെലൻ, ദിസ് ഈസ് യുവർ വേ, യു ഹാവ് ടു വാക്ക് ഇൻ ദിസ് പാത്ത്, അങ്ങനെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു സാർ. അപ്പൊ സാറിനോട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നില്ല, കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുമാതിരിയുള്ള കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ അതിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുതലായിട്ടില്ല. അതിൽ കൂടെ ഞാൻ ജീവിക്കുമ്പോഴും ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ഹാപ്പിനെസ്. എപ്പോഴും എല്ലാത്തിലും സന്തോഷം കാണാനും അത് അംഗീകരിക്കാനും അത് സ്വീകരിച്ച് എൻ്റെ പാത്തിലോട്ട് നടക്കാനുമായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം സാർ എന്നെ ഈ കല്ലിന്റെ ടെക്നിക്ക് പഠിപ്പിച്ചപ്പോ, അന്ന് ശരിക്കും എനിക്കിവിടെ കല്ലൊന്നും അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലമല്ല. നല്ല, ഞാൻ ബീച്ചിലാണെങ്കിൽ പോലും ഇറ്റ്സ് ജസ്റ്റ് കോറൽ കൊണ്ടുള്ള വൈറ്റ് സാൻഡ് ആണ് ഫുൾ. അപ്പൊ എനിക്ക് അങ്ങനെ കല്ലൊന്നും കിട്ടാൻ സാധ്യതയില്ല. കുറെ ദിവസം അത് കിട്ടിയതുമില്ല.
എന്നിട്ട് ഒരു ദിവസം സാർ ഇങ്ങനെ രാവിലെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മളിരിക്കുന്ന സമയത്ത് അന്ന് സാർ പറഞ്ഞ മെഡിറ്റേഷൻ നമ്മളിങ്ങനെ ഒരു കല്ലിലിരിക്കുന്നു, നമ്മളിങ്ങനെ കല്ലിലിരുന്നിട്ട്, അതായത് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് കല്ലിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നു. സാറിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല പറഞ്ഞ ദിവസം. അന്ന് എനിക്കൊരു ഹോളിഡേ ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കിങ്ങനെ ഒരു കല്ല്, ഞാൻ ശരിക്കും ഒരു കല്ല് കണ്ടു. അതായത് ആ കല്ലിന്റെ 4 സൈഡിൽ നിന്നും ഇങ്ങനെ നല്ല കുറേ കിരണങ്ങൾ, ഡിഫറെന്റ് കളേഴ്സിലുള്ള കുറേ ലൈറ്റ് ഇങ്ങനെ പോകുന്ന മാതിരിയുള്ള ഒരു കല്ല് ഞാൻ കണ്ടു. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കല്ല്. അപ്പൊ ഞാൻ ആ കല്ലിലിരുന്ന് ഞാൻ ധ്യാനിച്ചു ശരിക്കും. ധ്യാനിച്ചിട്ട് എനിക്ക് ഈ കല്ലിന്റെ ഓർമ്മ വന്നു. സാറ് പറഞ്ഞ ചെറിയ കല്ലിന്റെ ഓർമ്മ വന്നു. അപ്പൊ ധ്യാനം കഴിഞ്ഞിട്ട് ഞാന് നടക്കാനായിട്ട് ഇറങ്ങി. സാധാരണ അവധി ദിവസം ഞാനൊരു അരമണിക്കൂർ നടന്നിട്ടും കൂടെ വരും ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ നടക്കാൻ ഇറങ്ങി, ബീച്ചിൽ പോയി. ബീച്ചിൽ പോയി ഞാൻ അവിടെ ഒരു ആദ്യമായിട്ടായിരുന്നു ആ ഏരിയയിലോട്ട് ഞാൻ നടന്നു. അപ്പൊ അവിടെ ഇങ്ങനെ കുറെ കല്ലുകളൊക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് നല്ല രസമുണ്ടല്ലോ, ഇവിടെ ഒന്ന് പോയി കാണാമെന്ന്. അങ്ങനെ ഞാൻ നടന്നു. നടക്കുന്ന സമയത്ത് വെളുത്ത കല്ലല്ല, ഒരു കറുത്ത കല്ല്, പക്ഷെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു കറുത്ത കല്ല് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ കല്ല് എടുത്തു കയ്യിൽ. എടുത്തിട്ട് പിന്നെ ഞാൻ കരുതി ഇത് കറുത്തതല്ലേ, ഇത് ഇച്ചിരി വലിപ്പമുള്ള കല്ലല്ലേ, ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കല്ലങ്ങ് ഇട്ടു. അത് ഇട്ടേച്ച് ഞാൻ കുറെ ദൂരം വീണ്ടും നടന്നു. വീണ്ടും നടന്നിട്ട് പിന്നെയും ഇറ്റ് വാസ് ലൈക്ക് സംതിങ് കോളിങ് മീ ബാക്ക്, കാച്ചിങ് മീ ബാക്ക്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ തിരികെ നടന്നു. തിരികെ നടന്നിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോണിൽ, അതായത് ഞാൻ ഇവിടെ കണ്ടതുമാതിരിയുള്ള കല്ലിൽ ഇവിടെ ഇരുന്ന് എന്തായാലും 15 മിനിറ്റ് ധ്യാനിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ അവിടെ ഇരുന്നപ്പോ ഞാൻ ആദ്യം എടുത്തിട്ട് കളഞ്ഞ അതേ കല്ല് അവിടെ കിടക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ ആ കല്ല് എടുത്തിട്ട് വന്നു. ഇപ്പൊ ഞാൻ ആ കല്ല്, ശരിക്കും ആ കല്ല് ഞാൻ എടുത്തിട്ട് വന്നു. അതായത് ഞാൻ ഒരിക്കൽ എറിഞ്ഞ കല്ല് പിന്നെ എന്തോ എന്നെ തിരികെ വിളിച്ചിട്ട് വീണ്ടും ആ കല്ല്, ഞാൻ ഇട്ട കല്ല് ഇരുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് ആ കല്ല് ഞാൻ എടുത്തിട്ട് വന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ആ കല്ലിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കല്ല് കൊണ്ടുവന്ന മാത്രമല്ല, ആ കല്ല് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടും, ഇങ്ങനെ എപ്പോഴും എന്തേലും തപ്പിപ്പിടിച്ച് വായിക്കുന്ന ശീലമുണ്ട്. അപ്പൊ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വായിക്കാൻ എടുത്തപ്പോ എനിക്ക് കിട്ടിയത് ഒരു ലേഡി എഴുതിയ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അതായത് ബൈബിളിൽ കല്ലിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. എബ്രേമ്യർ ഏതാണ്ട് ഇങ്ങനെ ഒരു ജാതിക്കാർ ആ സ്ഥലം വിട്ടു പോകാൻ അവരോട് യഹോവ പറയുകയും പോകുന്ന വഴിക്ക് നിങ്ങൾ ആ കല്ലെടുത്തിട്ട് പോകണമെന്ന് പറയുകയും ചെയ്തു. ശരിക്കും ആ ഒരു ആർട്ടിക്കിൾ അന്ന് എനിക്ക് കിട്ടി. അന്ന് ഇൻ ദ സെൻസ്, ഈ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കട്ടിലിരുന്നിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് അത്. അപ്പൊ അത് കാരണം ഞാൻ ആ കല്ലിങ്ങനെ വെച്ചിട്ട് എപ്പോഴും സാറിനെ ഓർത്ത് ആ കല്ലിനോട് ഇങ്ങനെ സംവദിച്ച് ഞാൻ ആ കല്ലിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കുറെ സമയം മെഡിറ്റേറ്റ് ചെയ്തു. അതായത് ഈ കല്ലിനെ ഒരു എനർജി, എൻ്റെ എനർജി അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിന്റെ എനർജി അതിലോട്ട് ഞാനിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് ചെയ്തിട്ട് ഞാൻ കുറേ പ്രാവശ്യം ചെയ്തു. പിന്നെ ഞാൻ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത്, മിക്കവാറും നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കല്ല് ഞാൻ വെച്ചിരിക്കാറുണ്ട്. അപ്പോ അന്ന് ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വീടിന്റെ ആ ഒരു നെഗറ്റീവ് വൈബിനെ കുറിച്ച്. അപ്പൊ എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. വലിയ വീടാണ്, എല്ലാം ശരിയാണ്, എന്നാലും ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടനോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. പക്ഷെ ചേട്ടൻ എപ്പോഴും എന്നെ കളിയാക്കും അത് പറയുന്ന സമയത്തൊക്കെ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്നു എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു സാർ ഉണ്ടായിരുന്നു. സാറ് ഞങ്ങളുടെ അവിടെ ഇടയ്ക്ക് വന്നു. അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ പോയപ്പോൾ ചേട്ടനോട് പറഞ്ഞു, നല്ല വീടാണ്, അതായത് എന്റെ ബ്രദറിന്റെ വീട്. അപ്പൊ പറഞ്ഞു നല്ല വീടാണ് സാർ, ഇവിടെ ആര് താമസിച്ചാലും അവർക്ക് എപ്പോഴും വരുമാനം വന്നുകൊണ്ടിരിക്കും, നല്ല ഐശ്വര്യമുള്ള ഒരു വീടാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ അമ്പലത്തിലൊക്കെ വാസ്തു നോക്കുന്ന, അമ്പലത്തിൽ പ്രതിഷ്ഠയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു സാർ. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പോകാം. അപ്പൊ അങ്ങനെ ഇവിടെ വിളിച്ചിട്ട് വന്നപ്പോൾ ഈ വീട് കണ്ടപ്പോഴേ സാർ പറഞ്ഞു, സാർ സംതിങ് ഈസ് റോങ് വിത്ത് ദിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്നോട് അത് പറയുന്നില്ല, കാരണം ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് സാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ സാർ എന്നോട് പറഞ്ഞു ടീച്ചർ ഇങ്ങനെയാണ്, അപ്പൊ നമുക്ക് അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാനത് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇപ്പൊ ചേട്ടനത് സമ്മതിക്കുമെന്നത്. ഇല്ല ടീച്ചർ വിഷമിക്കേണ്ട, ഞാൻ സാറിനോട് അത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് സാറ് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയും അതായത് ആ ഒരു നെഗറ്റീവ് വെരി വൈബ് ഗുഡ്. മാറ്റേണ്ട ഒരു ദിവസം. ഏതായാലും നല്ല അനുഭവങ്ങള്. സമയപരിമിതി കൂടി നമുക്ക് എടുക്കാം മറ്റു ക്ലാസ്സിൽ. എനിക്കറിയാം സാർ. ഓക്കെ സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരാളും കൂടി സംസാരിച്ചിട്ട് പോകാം അല്ലെ? ഒറ്റ ആരാണ് ഒരാളും കൂടി സംസാരിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 2 മിനിറ്റ്. ആശ സംസാരിക്കുന്നത് സംസാരിച്ചു. സാർ ഞാൻ പെട്ടെന്ന് പറയാം. സാറിന്റെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു 8 മാസത്തിൽ കൂടുതലാവുന്നു ഇപ്പം. എനിക്ക് ഒരനുഭവമല്ല ഉള്ളത്. എനിക്കും എന്റെ ഹസ്ബൻഡിനും എന്റെ ഫാമിലി ഫുള്ള് തരുന്ന സപ്പോർട്ട് ഒരു വഴികാട്ടി എന്ന് തന്നെ പറയാം.
അത്രയ്ക്കും എന്താ പറയാൻ ഒരു വാക്കുകളില്ലാത്ത പോലാണ് എൻ്റെ ലൈഫിൽ മാറിയിട്ടുള്ളത് ഈ സാറിന്റെ ഓരോ കോഴ്സും ചെയ്തിട്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ചൊക്കെ സാറ് വിശദമായിട്ട് പറഞ്ഞു. അപ്പം പറ്റുന്നവരൊക്കെ ഇതിൽ ചേർന്ന് അതെന്താണെന്ന് അനുഭവിച്ചറിയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കാരണം ജേണി മറ്റേ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ കുട്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ക്ലാസ് കൊടുക്കേണ്ട ദിവസമാണ്. താങ്ക് യു വെരി മച്ച്. ജേണി ടു ഹാപ്പിനെസ് വേണ്ടവർ അഡ്മിനുമായി ബന്ധപ്പെടുക, സംസാരിക്കുക. യെസ്, താങ്ക് യു സർ. സംസാരിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ. താങ്ക് യു. താങ്ക് യു.